ഹലോ അച്ഛനെ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. പോവല്ലേ? എടുത്തോ വണ്ടി എടുത്തോ. കല്യാണം നേരത്തെ തുടങ്ങുന്ന അറിഞ്ഞിട്ടുണ്ട്. ഇപ്പല്ലേ ബിരിയാണി ഇട്ടുള്ളൂ. മന്തിയൊക്കെ ഉണ്ട്, കേൾക്കുന്നുണ്ട്. കിട്ടിയാ മതി. അവിടെ പഴയ ആൾക്കാരൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് നമ്മളെ കൂടെ പഠിച്ച അതാരൊക്കെയാ? രാജുവും ടീമൊക്കെ ഉണ്ട് കേട്ട്. വണ്ടി നാളെ എനിക്കൊരു 3000 ഫൈൻ വന്ന്. 3000 ഫൈൻ എന്തിന്? ആയിരിക്കും ആ വർക്ക്ഷോപ്പ് കൊടുത്ത ചങ്ങായില്ലേ, ഓൻ വണ്ടി എടുത്ത് പോയതാ വന്ന്. ഇത് എന്നിട്ട് ഇതിന് മറ്റേ ആള് സീറ്റ് ബെൽറ്റ് ഇല്ലാതെ ഓടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവനെ വിളിക്കുന്നുണ്ട്. പരിപാടി ഒന്നും ചെയ്യട്ടെ. കേറുന്നുണ്ടോ വണ്ടി? ചെറിയൊരു ബ്രേക്കിനൊരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞതല്ല, അന്നേ ഞാൻ പറഞ്ഞത് എന്നോട് കൊണ്ട് കാണിച്ചാലുണ്ട് ഈ സർവീസ് സ്റ്റേഷനിൽ. അതിനകത്ത് ഞാൻ കാണിക്കാൻ പോകുമ്പോൾ തീരെ ബ്രേക്ക് കിട്ടൂല, അല്ലാതെ ബ്രേക്ക് കിട്ടും. ഈ വണ്ടി നടക്കാൻ എന്തൊക്കെയോ ഒച്ച കേൾക്കുന്ന തോന്നുന്നു. പിന്നെ ഓനോട് ഞാൻ ടച്ച് സ്ക്രീൻ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ അതൊന്നും വെച്ചില്ല. അത് ശരി. എന്നിട്ട് ഇപ്പോഴും ഓക്സ് കേബിൾ ആയിട്ട് ഇറക്കുന്നില്ല. ഏട്ടങ്ങാറാണല്ലേ ശരിക്കും വണ്ടി. ടച്ച് സ്ക്രീൻ മറ്റേ അതുണ്ട്, മറ്റേ ബ്ലൂടൂത്ത് ഇല്ലേ, അത് മാത്രം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രൈവ് പോലത്തെ അല്ല, മറ്റേ ഇല്ലേ നമ്മളെ ബ്ലൂടൂത്തിൽ കോൾ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ. ഇവന്മാരൊക്കെ എന്താ ആൾക്കാരാന്ന് നോക്കണേ. കല്യാണത്തിന്റെ അവിടെ ആരെങ്കിലും അറിയുന്ന ആൾക്കാരുണ്ടായാൽ മതി. വണ്ടിക്ക് എന്താണ് ഒരു വലിവ് പോലെ, കേറാത്ത പോലെ. കേറ്റി എടാ, എവിടാ ജി ബാക്കിൽ കുടുങ്ങി നിൽക്കുന്നു? ഞാൻ ഫ്രണ്ടിലെത്തി. ഞാൻ പോരാ, 5 മിനിറ്റ്. വാടാ. മുന്നിൽ കയറിയില്ല, അപ്പത്തേക്ക് എന്നെ വെട്ടിച്ചിട്ട്. വണ്ടിക്ക് എപ്പോഴും ബ്രേക്കിന് എന്റെ വണ്ടി പിന്നെ ഇത് ഭയങ്കര സ്റ്റിയറിംഗും ടൈറ്റ് ആണ്. ബെയറിങ്ങോ? സ്റ്റിയറിങ്ങോ. ഓക്കെ. ഇവിടെ ഒരു ഗാർഡ് ഉണ്ടാവും, അയാളോട് പറയണമെന്ന് പറഞ്ഞു. ഗാർഡ് ഇയാളുടെ ഒന്ന് പറഞ്ഞോളെ കേട്ടോ. അല്ല, ജി പറഞ്ഞോ. ഇയാളെ ഫ്രണ്ട് പോന്നു, അയക്കൽ വണ്ടി ഉണ്ട് പറഞ്ഞാൽ മതി. ഹലോ, എക്സ്ക്യൂസ് മീ സർ, താങ്കൾ കാർഡ് കാണിക്കേണ്ടതാണ്. ചേട്ടാ, ബാക്കിയുള്ള ആള് കാണിച്ചു തരും. ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് വരുന്നത്. സാറിന്റെ നമ്പർ പ്ലേറ്റ് ഒന്ന് നോക്കി വെക്കണ്ടേ? ഓക്കെ നോക്കിച്ചോളൂ. ഞാൻ കേട്ടെന്നാ. ഓക്കെ. അവിടെ വണ്ടി മുന്നോട്ട് എടുക്കടാ. എടുക്കാണ്. മന്തി തീരാന്നാ ഇവിടുത്തെ. വണ്ടിയൊക്കെ ഉണ്ടല്ലോ, തിരക്കാണല്ലോ. വണ്ടി അവിടെ ഒതുക്കി വെക്ക്. എടാ, വണ്ടി നിർത്തടാ. വണ്ടി നിർത്തി. ഇനിയിപ്പോ വേഗം നടന്നോട്. ഫുഡ് കിട്ടിയില്ലെങ്കിൽ വിഷയാവും. ഞാനിവിടെ എത്തി. നടക്ക്. കൊറേ ബസ്സൊക്കെ ഉണ്ടല്ലോ, 2 ആരെങ്കിലും പരിചയമുള്ള ഉണ്ടോ നോക്കാം. സെറ്റപ്പ് ആണല്ലോ, കൊറേ ആളുണ്ടല്ലോ. ചേട്ടാ, പരിപാടി തുടങ്ങിയിട്ട് കുറേ നേരമായോ? ചേട്ടൻ പെണ്ണിന്റെ ആളാണോ ചെക്കൻ്റെ ആളാണോ? ശരി ചേട്ടാ. സാർ എവിടെയുള്ള സാറേ? ഞാനിവിടെ ആൾക്കൂട്ടം നിയന്ത്രിക്കാൻ വന്ന ആളാണ്. ഇവിടെ ഭയങ്കര തിരക്കാനൊക്കെ. ഓ സാർ. എടാ, എന്താ പറയും? എന്തൊക്കെ പോണ്ടേ? എടാ, പരിപാടി കഴിഞ്ഞിട്ട് പോവല്ല. എന്നാ പോവന്ന. അവിടെ എൻ്റെ ഷോറൂം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാർ വിറ്റുപോയി. അപ്പം അതിനെ പറ്റി സംസാരിക്കാനേ. വരാം. ഞാൻ വണ്ടി കയറി. വണ്ടി എടുത്തോ? എടാ, ബാക്കിൽ വാ. ഞാൻ മുമ്പ് പോവാണ്. അത് ശരി. അയാളവിടെ ഉണ്ടാവും. സെക്യൂരിറ്റിയില്ലേ? സെക്യൂരിറ്റി അണ്ണാ, ഞങ്ങള് പോണാണ്. ചേട്ടന്റെ കല്യാണം കൂടെ വന്നാ ചേട്ടാ. പോട്ടെന്നാ. സോറി മനെ, പറഞ്ഞതിനെ ക്ഷമിക്കണം. എന്നാ പോലെ നമുക്ക്. ആടാ, വിട്. എൻ്റെ നോക്കി ഇറങ്ങിക്കട്ടോ. ബ്രേക്ക് ഒന്നാമത് ഇപ്പം തന്നെ വൈകുന്നേരം ആടാ. ഇപ്പോൾ താഴത്ത് ഇറങ്ങുമ്പോഴത്തേക്ക് ഈ മല ഇറങ്ങി കയറി ഇറങ്ങുമ്പോഴത്തേക്ക് രാത്രിയാവും. എവിടെയാ നിൽക്കാനൊരു സ്റ്റേ ഉണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും നിൽക്കുന്നതിന് നല്ലത്. നമ്മളെ മറ്റേ അർജുനില്ലേ, അവനും എൻ്റെ ഫ്രണ്ട്സും വിളിച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയായില്ലേ? ആടാ, നീ എവിടെയാ സ്റ്റേ? ഫ്രണ്ടിലില്ലേ ജി? ഇവിടെ ഓരോ വീടുണ്ട് തോന്നുന്നില്ലേ? ഹോം സ്റ്റേ എന്തെങ്കിലും? അച്ഛൻ്റെ. ചേട്ടാ, ജി ഒന്ന് കോൾ ചെയ്ത് നോക്കിയോനെ. കോൾ ചെയ്തിട്ട് വീട്ടിലുണ്ടോയെന്ന് ചോദിക്കട്ടോ. ഹലോടാ, ഈ വീട്ടിലുണ്ടോ?
ഇല്ലടാ, ഒരാഴ്ച ഉറപ്പേണ്ടി വരുള്ളൂ. ആ ശരി. എടാ എന്താടാ പറഞ്ഞേ? അവൻ വീട്ടിലില്ലാന്ന്, അപ്പോൾ തിരിച്ചു പോകല്ലേ? ആടാ തിരിക്കാം, എന്നാല് തിരിക്കാൻ നോക്കട്ടെ ഞാൻ വണ്ടി. എടാ വണ്ടി ഒരു മിസ്സിങ് എന്തോ ഉള്ളൊരു പോലെ ഒരു ഫീല്. ഓഫാടാ, വണ്ടി ഓഫായി. ചെന്ന് പുറത്തിറങ്ങി, ഞാൻ നോക്കട്ടെ. ആടാ ഞാൻ ഇറങ്ങാം. വണ്ടീന് ബോണറ്റ് പറഞ്ഞിട്ടാളെ. ആടാ ബോണറ്റ് തുറക്കാം. എടാ എന്താട്ടാനാ പൊമ്പള എവിടെ? അടിപൊളി. എന്തേ വിഷയായോ? എൻജിന് ചൂടായി കിടക്കുക. എടാ എന്താ കാട്ടപ്പോ? നമുക്ക് എന്റെ വണ്ടിയിലേ, നമുക്ക് അങ്ങോട്ട് പോവാ. ഓക്കെടാ, ഇനിയിപ്പോ ഈ വണ്ടി ഇവിടെ വെക്കല്ലേ? അവനോട് പറയണണ്ടി വരുമോ? എടാ ഞാൻ വണ്ടി എടുത്ത് ഇവിടെ ഒക്കെ ഉണ്ട്. ഞാൻ വണ്ടി അവിടെ വെച്ച് നമുക്ക് നാളെ വിളിച്ച് പറയാം. വണ്ടി കയറി. ഓക്കെ വരുന്നുണ്ട്. ഭയങ്കര തലവേദന എടുക്കുന്നു. ഓ എന്താടാ വണ്ടിയാണെങ്കിൽ, ഈ വണ്ടിയാണെങ്കിൽ ഒരു ഈ വഴി പോയി കഴിഞ്ഞാൽ നേരത്തെ എത്തുന്നാണ് പറഞ്ഞത് രാജ്. ഇതെന്താടോ കാട്ടിക്കൂടുള്ള വഴി? വിഷയാവോ? വലിയ വിഷയമൊന്നുമില്ലടാ, ജസ്റ്റ് ഒരു നല്ല നല്ല വഴിയാന്നാ പറഞ്ഞത്. എനിക്കറിയില്ല അവനോട്. കാട്ടിനുള്ളിൽ കൂടെ വഴി വിഷയാണെന്ന് തോന്നി. കുഴപ്പമില്ലടാ. ചെറിയ മിസ്സിങ് തോന്നുന്നുണ്ടോ? എടാ എനിക്കൊരു തലവേദന, എനിക്കൊന്ന് ഓടിക്കാൻ വേണ്ടി. ആടാ ഞാൻ ഓടിക്കാം. അല്ലാണ്ട് നമുക്ക് എത്തണ്ട വീട്ടില്. പിന്നെ എപ്പോഴും വന്നിട്ട് എൻ്റെ ഡിഫൻഡർ എടുത്ത് കൊണ്ടുപോകണം എന്നുള്ളൊരു. നാളെ നമുക്ക് വന്നിട്ട് എടുത്തോണ്ട് വരാം. ആടാ ഇപ്പൊ ഒന്ന് രാത്രി എത്തിക്കഴിഞ്ഞാൽ തീരല്ലോ. ആടാ വണ്ടി വലിയ വിഷയമില്ല. അതിന് ഷെയറിങ് ടൈറ്റ് ഇല്ലേ അത്യാവശ്യം? ഷെയറിങ് അത്യാവശ്യം ടൈറ്റ് ഇല്ലേ? ആടാ ഷെയറിങ് ടൈറ്റ് ഒന്നുണ്ട്. എന്തോ ഒരു മിസ്സിങ്. എടാ എന്തോ ഒരു മിസ്സിങ് ഉള്ള പോലെ തോന്നി. സ്റ്റാർട്ട് ചെയ്താ വണ്ടി കയ്യിൽ കിട്ടിയതാ. ഗിയർ സെറ്റാടാ. ഞാൻ ഒന്ന് ലെഫ്റ്റ് അടിച്ചു നോക്കി, അല്ല റൈറ്റ് അടിച്ചു നോക്കി. അവിടെ ഗിയർ വെക്കുന്നില്ലടാ വണ്ടീൻ്റെ. എടാ ഒന്ന് നോക്കി നോക്കടാ ഗിയർ. വീണില്ലേ? വീണ്. അപ്പോൾ മെല്ലെ എടുത്തോ. വീണ്. ഈ വണ്ടിക്കുള്ള പ്രശ്നമാണ് അധികം. ഈ വണ്ടി ഇമ്പടെ കൊണ്ടുപോവാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ലോറിയൊക്കെ പോകുന്ന അടിച്ചുണ്ടാവുമ്പളെ. എന്ത് താടത് ഈ വണ്ടി എടുത്തതും കുടുങ്ങിയാകുമ്പോൾ കുടുങ്ങി തോന്നണ്. തമാശ കളിച്ച അപ്പൂപ്പൻ്റെ നിന്ന് വാങ്ങിയതാ, ചെറിയ വിലക്ക് കിട്ടിയെന്നിട്ട് ഇപ്പൊ കുടുങ്ങിയ. ഞാൻ കൊടുക്കുന്നില്ലടാ. എടാ കാല് ഞാനല്ലടാ ഓർത്ത്. നമുക്ക് എങ്ങനെങ്കിലും മെല്ലെ പോടാ. മെല്ലെ ഓരോന്നീ ഞാരോ പുറത്ത് തള്ളിട്ടോലെ. ഈ വണ്ടി ശരിയില്ലടാ. ഞാനാ പോസ്റ്റിന്റെ ബാക്കിൽ ഒളിച്ചിക്കാൻ പോകും. വേണമെങ്കിൽ പോയി വിളിച്ചെന്നു. എന്തൊക്കെയോ സീനുണ്ട് ഇവിടെ. ഞാനും പോടാ. ഞാനാ പോസ്റ്റിന്റെ അടിക്ക് ഒളിച്ചിക്കാൻ പോവാ. ഇതെന്താടാ, എന്ത് വണ്ടിയാടാ ഈ തന്ന വണ്ടി? എന്തായാലും പൊളി വണ്ടി തന്നെ കേട്ടോ, ഞാൻ സമ്മതിച്ചു. ഞാനെനിക്ക് അവിടെ പോയി വിളിച്ചു. ഞാൻ പോസ്റ്റിന്റെ അടിയിലുണ്ട്, നോക്കണ്ട തന്നെ. ഈ വണ്ടി ഇവിടെ അത്ര പൈസ മുടക്കി വർക്കൊക്കെ ചെയ്തിട്ട് ഈ വണ്ടി ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ശരിയാടാ.